പാളയം ഇമാമായിരുന്ന ജമാൽ മങ്കട സാഹിബ്, അദ്ദേഹം ഈ അടുത്ത് വെള്ളിയാഴ്ചയിലെ ഒരു ഖുതുബയിൽ പള്ളി മിമ്പറിൽ കയറി നിന്നുകൊണ്ടാണ് ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഹമാസിൻ്റെ ഇസ്രായേൽ ബാന്ധവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം നമുക്കൊന്ന് ആദ്യം കേൾക്കാം. ചരിത്രം അതവർ സമ്മതിക്കില്ലെങ്കിലും, അപ്പൊ അങ്ങനെ യാസർ അറഫാത്ത് കൊണ്ടു നടന്നിരുന്ന ഫിലസ്തീൻ പോരാട്ടത്തിന്റെ ഉശിരും ഊടും പാവും നഷ്ടപ്പെട്ടപ്പോഴാണ് ഷഹീദ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഈ പറയുന്ന മുജാമഅ അൽ ഇസ്ലാം എന്ന ഈ സംഘടനയെ, ഈ സന്നദ്ധ സംഘടനയെ ഹമാസ് എന്ന പേരിൽ പോരാളി സംഘമാക്കി മാറ്റിയത്. ചരിത്രം പഠിക്കണം. അപ്പൊ നിലവിൽ യാസർ അറഫാത്തും ടീമും ശക്തമായ പോരാട്ടവുമായി ഫിലസ്തീൻ രംഗത്തുണ്ടായിരുന്നപ്പോ ഇവർ സേവന പ്രവർത്തകരായിരുന്നു. ആ പ്രവർത്തനത്തിലൂടെ 1.5 പതിറ്റാണ്ട് കാലം ഫിലസ്തീനിലെ മുഴുവൻ മനുഷ്യരെയും മനസ്സിൽ ഇടം പിടിച്ചു അവർ. പക്ഷേ